എവാഞ്ചലൈസേഷൻ അഥവാ സുവിശേഷവൽക്കരണം സഭയുടെ എക്കാലവുമുള്ള ദൗത്യമായതുകൊണ്ട് ആ ദൗത്യത്തിന് ഫ്രാൻസിസ് പാപ്പ കൊടുത്ത ദിശാബോധം അതിനി എങ്ങനെ തുടരണം എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധ അറിയാൻ ആഗ്രഹിച്ചു. ഈ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലത്തീൻ സഭയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ മനുഷ്യ സാഹോദര്യം എല്ലാ ആളുകളുമായിട്ടുള്ളത്. അപ്പോൾ മതവിശ്വാസങ്ങളോ സംസ്കാര വ്യത്യാസങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ ഒന്നും കലഹങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ സഭയുടേതായ സന്ദേശമോ സഭയുടേതായ സാക്ഷ്യമോ വരാൻ പാടില്ല. അദ്ദേഹം ഒരകലം പാലിക്കുന്നില്ല കർദിനാളന്മാരോട്. കർദിനാളന്മാർ ഗ്രൂപ്പ് ചർച്ച നടത്തിയ ഇടയ്ക്ക് അതിലൂടെ നടന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ വന്ന് ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുവാനായിട്ട് അങ്ങ് ക്ഷണിച്ചിരുന്നോ? അതിന് സാധ്യതയുണ്ടോ? നടക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. അതാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം. ഇന്ന് ഗുഡ്നസ് ടെലിവിഷനോടൊപ്പം ചേരുന്നത് അഭിവന്യ കർദിനാൾ പിതാവ് ജോർജ് ആലഞ്ചേരി പിതാവാണ്. സീറോ മലബാർ സഭയെ ഒരു പതിറ്റാണ്ടിലധികം നയിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിയോഗിച്ച് പിതാവിൻ്റെ കാലഘട്ടത്തിൽ ആത്മീയമായി സഭയ്ക്ക് ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പിതാവിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാനിടയായ ഒരു സാഹചര്യമായിരുന്നു പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കാലഘട്ടത്തിൽ. ഈ വീണ്ടും ലയോ 14 മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആലഞ്ചേരി പിതാവ് റോമിലെത്തിയിരുന്നു. കൺസിസ്റ്ററിയിൽ സജീവമായി പങ്കെടുക്കുകയും വ്യക്തിപരമായി ലയോ 14 മാർപ്പാപ്പയുമായി സമയം ചെലവെടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. സ്വാഗതം പിതാവെ. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി സമയം നൽകിയതിന് ഒത്തിരി നന്ദി. അഭിവന്യ ആലഞ്ചേരി പിതാവെ, ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി എന്തിനാണ് ലയോ 14 മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയത് എന്ന് അറിയുവാനായിട്ട് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധ പിതാവ് തൻ്റെ ഒരു ശൈലിയായിട്ട് സ്ഥാനമേറ്റെടുത്ത കർദിനാളന്മാരോട് സംസാരിച്ച ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ്. സഭയുടെ മുന്നോട്ടുള്ള ഗതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപകരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ, മാർഗങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഒക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അനുവർത്തനമായിട്ട് നമുക്കിതിനെ കാണാം. അതുകൊണ്ട് ആദ്യമായിട്ട് വിളിച്ചു കൂട്ടിയതാണ് ഈ ഒരു കോൺസിസ്റ്ററി. 170ഓളം കർദിനാളന്മാർ സമ്മേളിച്ചിരുന്നു. ആ കർദിനാളന്മാരെ എല്ലാവരും സമ്മേളിച്ചിട്ട് പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ച 4 വിഷയങ്ങളിൽ 2 തിരഞ്ഞെടുക്കാൻ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ടവ. അങ്ങനെ 2 പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്തിട്ട് ഗ്രൂപ്പുകളിൽ ചർച്ച നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ക്രോഡീകരിച്ച് പരിശുദ്ധാവിന് കൊടുത്തു. അതുപോലെ തന്നെ ഫ്രീ ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിതമായിട്ട് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ചില സഭകളുടേതോ രാജ്യങ്ങളുടേതോ ഉണ്ടെങ്കിൽ അത് പറയാനായിട്ടും അവസരമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ പരിശുദ്ധ പരിഗണിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിക്കാസ്ട്രികളിലൂടെ പ്രവർത്തനങ്ങൾ ചെയ്യുമായിരിക്കും. ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു ഈ തിരഞ്ഞെടുത്ത വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പല എൻസൈക്ലിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട്, പല അപ്പസ്തോലിക പ്രബോധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എവാഞ്ചലി ഗൗഡിയം അത് ആക്ച്വലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മാസ്റ്റർ പീസ്, ഒരു ക്ലാസിക്കൽ ഡോക്യുമെൻ്റ് തന്നെയാണ്. പക്ഷേ അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ഡോക്യുമെൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം ഈ കൺസിസ്റ്ററിയിൽ എന്തുകൊണ്ടാണ് ലയോ 14 മാർപ്പാപ്പ ഈ ഡോക്യുമെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ കർദിനാൾമാർ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം? അത് മാത്രമല്ല ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്, അത് അടിസ്ഥാനപരമായ ഒരു ചാക്രിക ലേഖനമാണല്ലോ നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടേത്. അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അക്കാലത്ത്. എന്ന് വരികിലും എവാഞ്ചലൈസേഷൻ അഥവാ സുവിശേഷവൽക്കരണം സഭയുടെ എക്കാലവുമുള്ള ദൗത്യമായതുകൊണ്ട് ആ ദൗത്യത്തിന്
ഫ്രാൻസിസ് പാപ്പ കൊടുത്ത ദിശാബോധം അതിനി എങ്ങനെ തുടരണം എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധ അറിയാൻ ആഗ്രഹിച്ചു. രണ്ടാമതായിട്ടുള്ളത്, അതുപോലെ തന്നെ റോമൻ കൂരിയ, പ്രധാനപ്പെട്ട ഡിക്കാസ്റ്ററികൾ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ ചേർന്നുള്ള ആ റോമൻ കൂരിയായും പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ ചർച്ചസ്, ഇനി ഓറിയൻ്റൽ ചർച്ചസ്, ഇവയൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഇനി കൂടുതൽ സുഗമമായിട്ട് നടത്തേണ്ടതെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം സിനഡ് ആൻഡ് സിനഡാലിറ്റി. അത് ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതിനെക്കുറിച്ച് സഭയിൽ എല്ലായിടത്തും വളരെയേറെ ആശങ്കകൾ, വളരെയേറെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിന് കൂടുതലായിട്ടുള്ള ഒരു വെളിച്ചം പകരുന്നതിന് വേണ്ടി പരിശുദ്ധ അതും ഒരു വിഷയമായിട്ടിരുന്നു. നാലാമതായിട്ടിരുന്ന വിഷയം ലിറ്റർജിയാണ്. ലിറ്റർജി എല്ലാ സഭകളിലും, ഏറ്റവും വലിയ ലത്തീൻ സഭയിലും പൗരസ്ത്യ സഭകളിലുമൊക്കെ വളരെയേറെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്ന ഒരു വിഷയമാണ്. കാലത്തും അങ്ങനെയായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചും എങ്ങനെയായിരിക്കണം സഭ പുതിയ നിഗമനങ്ങൾ എടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പിതാവ് പറഞ്ഞു. അതിൻ്റെ വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ 21 ഗ്രൂപ്പുകളായിട്ടായിരുന്നു മെത്രാന്മാരെ തിരിച്ചിരുന്നത്. 15 ഗ്രൂപ്പുകളിൽ വന്ന ഒരു സമവായം അല്ലെങ്കിൽ അവർ പ്രപ്പോസ് ചെയ്തത്, ഒന്ന് എവഞ്ചേലി ഗൗദീയം അടിസ്ഥാനമാക്കിയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുക. രണ്ടാമത്തത് സിനഡ് ആൻഡ് സിനഡാലിറ്റി എന്നുള്ളത്. മറ്റ് ഗ്രൂപ്പുകളിൽ ലിറ്റർജി പറഞ്ഞവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരിയായും പ്രാദേശിക സഭകളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും പ്രപ്പോസ് ചെയ്തു. അവസാനം പരിശുദ്ധ പിതാവ് ഈ ഗ്രൂപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തതിനെക്കുറിച്ച് ആണ് പേപ്പറുകൾ അവതരിപ്പിച്ച് പിന്നീട് ചർച്ച 2-ാം ദിവസം തുടർന്നു. പിതാവെ, ഈ കർദിനാൾമാരെ സംബന്ധിച്ചിടത്തോളം ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കണം. കാരണം മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഒന്നിച്ചു വിളിച്ചുകൂട്ടി ഒന്നിച്ചിരുന്ന് ടേബിൾ റൗണ്ട് ഡിസ്കഷൻസ് നടത്തി സഭയുടെ ഭാവി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചിരുന്ന് ആ ഡിസ്കഷനൊക്കെ നടത്തിയ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പല രാജ്യത്തു നിന്നുള്ള കർദിനാൾമാർ, പല അഭിപ്രായങ്ങൾ, പല കാഴ്ചപ്പാടുകൾ. അപ്പം മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ഡിസ്കഷനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും ഈ പരിശുദ്ധാവിൻ്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു, വളരെയേറെ അഭിനന്ദിച്ചു. ഇത് വളരെയേറെ ഞങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ശൈലിയായിട്ട് അറിയിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു എല്ലാവരും തന്നെ. രണ്ടാമതായിട്ട് പരിശുദ്ധാവ് ഓരോരുത്തരോടും സംസാരിക്കാനായിട്ട് വളരെയേറെ സമയം കണ്ടെത്തി. ഈ പരിശുദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരകലം പാലിക്കുന്നില്ല കർദിനാളന്മാരോട്. കർദിനാളന്മാർ ഗ്രൂപ്പ് ചർച്ച നടത്തിയ ഇടയ്ക്ക് അതിലൂടെ നടന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ വന്ന് ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സാധാരണ രീതിയാണ് പരിശുദ്ധ അവലംബിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും അഭിഗമ്യനായിരുന്നു പരിശുദ്ധ പിതാവ്. കൂടുതൽ സമയം സംസാരിച്ചവരോട് കൂടുതൽ സമയം സംസാരിച്ചു, കുറച്ച് സമയം സംസാരിച്ചവരോട് അങ്ങനെ അല്ലാതെ അതിനും ഒന്നും ഒരു ധൃതി കാണിക്കുന്ന ഒരു രീതി ഒന്നുമില്ലായിരുന്നു. പക്ഷേ എല്ലാവരും അവരവരുടേതായ സംയമനം പാലിച്ചു. അല്ലാതെ പരിശുദ്ധാവിനെ കൂടുതൽ ക്ലേശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയല്ലല്ലോ. അങ്ങനെ ഉള്ള ഒരു സ്വാഭാവികത പരിശുദ്ധാവിൻ്റെ സമീപനങ്ങളിലും സംസാരങ്ങളിലും പ്രവർത്തനത്തിലും കണ്ടു എന്നുള്ളതാണ്. പിന്നെ പരിശുദ്ധാവിനോട് കൂടിയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അർപ്പണം. ആ വിശുദ്ധ ഖുർആനിൻ്റെ അർപ്പണം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ വിശുദ്ധ പത്രോസിൻ്റെ അൾത്താരയിലായിരുന്നു. അവിടെ അതൊരു പ്രാധാന്യമുള്ള അൾത്താരയാണല്ലോ. പത്രോസിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ അവിടെയാണ് വിശുദ്ധ ഖുർആനെ അർപ്പിച്ചത്. അല്ലാതെ വലിയ അൾത്താരയിൽ കർദിനാളന്മാരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ളതല്ലായിരുന്നു. കർദിനാളന്മാർ വളരെ അടുത്തിരുന്ന് വിശുദ്ധ പത്രോസിൻ്റെ അൾത്താരയിൽ വിശുദ്ധ ഖുർആനെ അർപ്പിച്ചു. നല്ല ഒരു സുവിശേഷ പ്രഘോഷണവും പരിശുദ്ധ പിതാവ് നടത്തി. പിന്നീട്
ഉള്ളത് പരിശുദ്ധാവിൻ്റെ കൂടെ ഒരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഉച്ചഭക്ഷണത്തിനും പരിശുദ്ധാവ് ഒന്നിച്ചിരുന്ന് പിതാവിനോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ബെനഡിക്റ്റ് പാപ്പ അങ്ങനെ ഒരു ഭക്ഷണം തന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൃദ്യത, ഒന്നിച്ച് വിസ്തുറാനെ അർപ്പിക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ച് ഭക്ഷിക്കുന്നു, ഒന്നിച്ച് ചർച്ചകൾ നടത്തുന്നു, ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, ആ തീരുമാനങ്ങളെ എങ്ങനെ നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അടുത്ത കൺസിസ്റ്റർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് ജൂൺ 27, 28 ദിവസങ്ങളിലാണ്. ജൂൺ 29 വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ദിവസമാണല്ലോ. അപ്പോൾ ആ ആഘോഷത്തോടുകൂടി അത് സമാപിപ്പിക്കാനായിരിക്കണം പരിശുദ്ധ പിതാവിൻ്റെ ലക്ഷ്യം. അഭിമന്യ പിതാവേ, കർദിനാൾമാർക്ക് മാർപ്പാപ്പയോട് ഫ്രീ ആയിട്ട് സൗഹൃദ അന്തരീക്ഷത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം തീർച്ചയായിട്ടും ആലഞ്ചേരി പിതാവും ഇതിനകത്ത് ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം പിതാവ് എന്തായിരുന്നു, പിതാവിൻ്റെ ഫോക്കസ് എന്തായിരുന്നു, മനസ്സിൽ വന്ന പങ്കുവെച്ച കാര്യങ്ങൾ? വാസ്തവം പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലത്തീൻ സഭയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പൗരസ്ത്യ സഭകളുടേതായിട്ടുള്ള പ്രത്യേക വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് പരിശുദ്ധ പിതാവ് ഇതിനു മുമ്പ് തന്നെ പൗരസ്ത്യ പാത്രികർക്കീസ്മാരെയും മേജർ ആർച്ച് ബിഷപ്പന്മാരെയും എക്സ്പേർട്സായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാരെയും എല്ലാം വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയമായി. ഇവിടെ കൂടുതലായിട്ടുള്ളത് സാർവത്രിക സഭയുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചോദ്യത്തിൽ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ഇൻ്റർവെൻഷനൊന്നും അവിടെ നടത്തിയില്ല, ആരും നടത്തിയില്ല. ഒരു പൗരസ്ത്യ സഭയിലെ കർദിനാളും അങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ നടത്തി. പക്ഷേ പ്രൈവറ്റായിട്ട് പരിശുദ്ധ പിതാവിനോട് എല്ലാവരും തന്നെയൊക്കെ സംസാരിച്ചിരുന്നു. അല്ലാതെ പൊതുവേദിയിലേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലത്തീൻ സഭയിൽ നിന്ന് പോലും പൊതുവേദിയിലേക്ക് ഇങ്ങനെയുള്ള ഇൻ്റർവെൻഷൻസിലൂടെ ഒന്നും പറഞ്ഞില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചകളിലായിട്ടാണ്. പിതാവ്, ഈ എവാഞ്ചലൈസേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എവാഞ്ചലി ഗൗതിയം എന്നുള്ള ഡോക്യുമെൻ്റ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തവണ ലയോ 14 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ ഫോക്കസ് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതല്ല, പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഫോക്കസ് ചെയ്യേണ്ട സുവിശേഷം ലോകത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ചിന്തിക്കുമ്പം ഇന്ന് ലോകത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ലോകം ഒരു പോളറൈസ്ഡ് സൊസൈറ്റി, വാർ, വയലൻസ്, പോവർട്ടി, ഡിവിഷൻ. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ഈ പെർസിക്യൂഷൻസ് നൈജീരിയ പല രാജ്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വചന ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രതിസന്ധി എങ്ങനെ നേരിടാമെന്നെന്തെങ്കിലും ജ്ഞാനം അവിടെ ഉണ്ടായിരുന്നോ? അതെയോ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെ ഓരോ പ്രതിസന്ധിയും അല്ലെങ്കിൽ ഓരോ വെല്ലുവിളിയും കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ഒരു അവസരമെന്ന് കരുതിയാൽ മതി. അങ്ങനെയുള്ള ഒരു സമീപനമാണ് പരിശുദ്ധ പിതാവിനും ഉള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെ പ്രശ്നം എടുത്ത് പറഞ്ഞ് പരിശുദ്ധ പിതാവ് സംസാരിച്ചില്ല, മറ്റാരും സംസാരിച്ചില്ല, പൊതുവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തിലെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സമാധാനത്തിനാണ്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് മാലാഖമാർ ആശംസിച്ചത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ സമാധാനം. അതുപോലെ തന്നെ കർത്താവ് അഷ്ടഭാഗ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാരാകുന്നു, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ അഷ്ടഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ബഹുമതി ലഭിക്കുന്നത് സമാധാന സംസ്ഥാപകർ. അതുപോലെ തന്നെ കർത്താവ് തൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കി പോയ ശേഷം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമാധാനം കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവാണ്. അതാണ് സഭയുടെ ദൗത്യം. അപ്പോൾ സഭയിൽ സമാധാനം വേണം. കലഹവും ഭിന്നതയും ഒന്നും സുവിശേഷത്തിന് യോജിക്കുന്നതല്ല. ഏത് കാരണം പറഞ്ഞാലും കലഹിക്കുകയോ യുദ്ധം വെട്ടുകയോ ഒന്നും ചെയ്യുന്നത് സഭാവിശ്വാസികൾക്ക് ചേർന്നതല്ല. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നുള്ള ബോധ്യം. പക്ഷെ അങ്ങനെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇതുപോലുള്ള വെല്ലുവിളികളുണ്ട്, എതിർപ്പുകൾ, പീഡനങ്ങൾ ഒക്കെ ഉണ്ടാവും.
അപ്പോൾ അവയുടെ അടിസ്ഥാനത്തിലും അങ്ങനെ കടന്നു പോകുമ്പോൾ പോലും ഈശോ ചെയ്തതുപോലെ തന്നെ സമാധാനത്തോടുകൂടി, ആത്മസംയമനത്തോടുകൂടി, ക്ഷമയോടുകൂടി നമുക്കതിനെ നേരിടാൻ കഴിയണം. അതെ, എനിക്ക് പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് മാർപ്പാപ്പയുടെ ഒരു ഹോമിലിയിൽ ഇങ്ങനെ ഈ കൺസിസ്റ്റൻ്റിൽ പറഞ്ഞായിട്ട് ഓർക്കുന്നു. അതായത് അട്രാക്ഷൻ, ആകർഷണം, അങ്ങനെ ഒരു പോയിന്റ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എപ്രകാരം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുവിശേഷവൽക്കരണം കൂടുതൽ സാർത്ഥകമാകുന്നത്, കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി തീരുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മൂല്യങ്ങളാണ് സത്യം, നീതി, സ്നേഹം, കാരുണ്യം, ക്ഷമ, ദയ, നന്മ, ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആ മൂല്യങ്ങളെല്ലാം ഈ സമാധാനത്തോടുകൂടിയുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. സഭയിൽ കൂട്ടായ്മ, അതുപോലെ തന്നെ മനുഷ്യ സാഹോദര്യം എല്ലാ ആളുകളുമായിട്ടുള്ളത്. അപ്പോൾ മതവിശ്വാസങ്ങളോ സംസ്കാര വ്യത്യാസങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ ഒന്നും കലഹങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ സഭയുടേതായ സന്ദേശമോ സഭയുടേതായ സാക്ഷ്യമോ വരാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്യുക്തതയോടുകൂടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം സഭ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പൊന്തി വന്ന പ്രധാനപ്പെട്ട ആശയം. പിതാവെ, മറ്റൊരു സംശയം പൊതുജനത്തിന് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ളതും ചില കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ടതുമായൊരു കാര്യം, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി ആണോ, അതേ ഒരു പുതിയൊരു ടോട്ടൽ ന്യൂ ഷിഫ്റ്റ് ആണോ ഈ ഒരു കൺസിസ്റ്ററി എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി. അത് നമ്മൾ സഭയുടെ നേതൃത്വ ശുശ്രൂഷയെ രാഷ്ട്രീയ നേതൃത്വ ശുശ്രൂഷയായിട്ട് അറിയാതെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നത്. അതെ, ഓരോ പാപ്പായ്ക്കും ഒരു പ്രത്യേക പോളിസി അത് അദ്ദേഹം നടപ്പാക്കുന്നു, അടുത്തയാൾ വരുമ്പോൾ വേറൊരു നയം പ്രഖ്യാപിച്ച് അത് നടപ്പാക്കുന്നു. ആ രീതി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമുക്കെല്ലാവർക്കും ഒരേ നയമേ ഉള്ളൂ, അത് ഈശോ മിശിഹായുടെ നയമാണ്. ദൈവം ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തിയ അവിടുത്തെ ഹിതം അതാണ് സുവിശേഷം. അത് പ്രാവർത്തികമാക്കുവാൻ ഓരോ മാർപ്പാപ്പായുടെയും പ്രത്യേകമായ കഴിവുകളും ദാനങ്ങളും വരങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു. അടുത്തയാൾ വരുമ്പോൾ അത് ആ ആൾ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം നാം കരുതിയാൽ മതി. പക്ഷേ എല്ലാവരുടെയും കേന്ദ്ര പ്രമേയം ഒന്ന് തന്നെ, കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷ പ്രഘോഷണവും സ്നേഹത്തിൻ്റെ സാക്ഷ്യവും അത് നിർവഹിക്കുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളുടെ തുടർച്ചയാണ് മറ്റൊരാളെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ അത് പക്ഷേ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളും വരങ്ങളും അതിന് പ്രത്യേകതകൾ വരുത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശോ മിശിഹായുടെ സുവിശേഷം എപ്രകാരം അങ്ങനെ തുടരാൻ സാധിക്കുമെന്നുള്ള, അതുകൊണ്ട് തുടർച്ചയാണ്. പുതുമകളും ഉണ്ടായിരിക്കും. പുതുമ എന്ന് ഞാൻ പറഞ്ഞാൽ പുത്തനായിട്ടുള്ള സമീപനങ്ങളും ഉണ്ടായിരുന്നു. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, തുടർച്ച സഭയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിൽ ഉള്ളതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ വർഷം മുഴുവനായിട്ട് കാറ്റഗിസിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം കൺസിസ്റ്ററി ആരംഭിച്ചപ്പോൾ ഏതൊരു ദിവസം ജനതകളുടെ പ്രകാശം എന്ന ഡോക്യുമെൻ്റിലെ ആദ്യത്തെ ഭാഗം എടുത്തുകൊണ്ടാണ് പിതാവ് സംസാരിച്ചത്. അപ്പം ശരിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലത്തെ വൈദിക പരിശീലനവും അതിനുശേഷം വൈദിക ശുശ്രൂഷയും എത്രാം ശുശ്രൂഷയും ഒക്കെ ചെയ്തയാളാണ് ഞാൻ. അതുകൊണ്ട് അന്ന് മുതലുള്ള പിതാക്കന്മാരുടേതായ ആഭിമുഖ്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പോളാറാമൻ മാർപ്പാപ്പ വാസ്തവത്തിൽ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രായോഗികതയ്ക്ക് വേണ്ടി വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച ആളാണ്. കൗൺസിലിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള പല സിദ്ധാന്തങ്ങളും ജീവിത ആചാര രീതികളുമൊക്കെ സഭയിൽ വന്നപ്പോൾ അതെല്ലാം നേരിട്ട് നിയന്ത്രിക്കേണ്ടി വന്നയാളാണ് പോളാറാമൻ മാർപ്പാപ്പ. അപ്പോൾ പോളാറാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം പിന്നീട് വന്നത് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ്. 33 ദിവസമേ ഉള്ളായിരുന്നു. പിന്നെ ജോൺ പോളിലാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശുശ്രൂഷയിൽ എപ്പോഴും പറഞ്ഞിരുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമേയങ്ങളായിരുന്നു. അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ വളരെയേറെ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക പ്രബോധനങ്ങളും സിനഡുകളും ഒക്കെ നടത്തി ലോകം മുഴുവൻ സഞ്ചരിച്ച് വലിയ ഒരു തുറവി കാണിച്ച ആളാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് അത് കഴിഞ്ഞ് ബെനഡിക്റ്റ് പാപ്പ വന്നു.
ബെനഡിക്റ്റ് പാപ്പ വന്ന സന്ദർഭത്തിൽ അദ്ദേഹവും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുടർച്ചയാണ്, അതാണ് നമ്മളെ അടിസ്ഥാനമാക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചില കർദിനാളന്മാരൊക്കെ നിർദ്ദേശിച്ചു വേറൊരു കൗൺസിൽ നടത്തണമെന്ന് പോലും. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് വാട്ട് ഇസ് എ നീഡ് ഓഫ് എ ന്യൂ കൗൺസിൽ, the Second Vatican Council is still valid. You have to continue the mission proposed in the Second Vatican documents എന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പായും അത് തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ പാപ്പായും പറയുന്നു. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനഡാലിറ്റി പോലും. ആ വാക്ക് എടുത്ത് അതിനെ കൂടുതൽ പ്രചരിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പ ആണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഈ സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സഭയിൽ എല്ലാവർക്കും അവരവരുടെ ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള കൂട്ടായ്മയുടേതായ അനുഭവം ലഭിക്കണം. അല്ലാതെ സിനഡാലിറ്റി എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായർ എന്നീ പ്രത്യേക വിളികളുടേതായിട്ടുള്ള സാങ്കത്യമില്ലാതാകുന്നില്ല. അങ്ങനെയുള്ള ശുശ്രൂഷകൾ മാമോദീസായിൽ നാം സ്വീകരിക്കുന്ന കൃപാവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി നിർവഹിക്കുമ്പോഴാണ് സഭയാകുന്നത്. കർത്താവ് ആഗ്രഹിച്ച തൻ്റെ ശിഷ്യന്മാരുടേതായ സാക്ഷ്യം രൂപവൽക്കരിക്കപ്പെടുന്നത്. അതാണ് സിനഡാലിറ്റി. പക്ഷേ അതിൻ്റെ ചില വശങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ച് അൽമായർ അവരുടേതായ പരിധികൾ വിട്ട് പ്രവർത്തിക്കുകയും വൈദികർ കൂടുതൽ അധിനിവേശം കാണിക്കുകയും മെത്രാന്മാർ തന്നെയും ഒരുപക്ഷെ ചിലപ്പോൾ ഒറ്റയ്ക്ക് തങ്ങളുടേതായ ശൈലികളിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന രീതികൾ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകുന്നുണ്ടാകാം. അതിനൊക്കെയാണ് ഇനിയും കൂടുതൽ വ്യക്തത വന്നിട്ട് ഓരോരുത്തരും അവരുടെ സവിശേഷപരമനുസരിച്ച് പ്രവർത്തിച്ച് പരിശുദ്ധ പിതാവിനോടൊപ്പം സഭ ഒരു കൂട്ടായ്മയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിത സാക്ഷ്യം കൊടുക്കാൻ കഴിയണം. അഭിമന്യ പിതാവെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. പിതാവ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്നതായിട്ട് കണ്ടിരുന്നു, വളരെ സന്തോഷത്തോടെ. അപ്പം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുവാനായിട്ട് അങ്ങ് ക്ഷണിച്ചിരുന്നോ? അതിന് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം അറിയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള ക്ഷണങ്ങൾ ഒരു മെത്രാൻ വ്യക്തിപരമായിട്ട് നടത്തുന്നതിൽ അർത്ഥമില്ല. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒട്ടും അർത്ഥമില്ല. അതൊക്കെ ഔദ്യോഗികമായിട്ട് മെത്രാൻ സമിതികളിലൊക്കെ ആലോചിച്ചിട്ട് CBCയുടെ അധ്യക്ഷൻ ആയിട്ടുള്ള ആളോ ഇനി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ ഒക്കെ ക്ഷണിക്കുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ ഈ ക്ഷണം കൊണ്ടൊന്നും അല്ല കാര്യം നടക്കുന്നത്. ക്ഷണം ഔപചാരികമായിട്ട് നടക്കുന്നു. നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ പരിശുദ്ധാനം അറിയാം, കഴിഞ്ഞ പരിശുദ്ധാവനും പറയാൻ. കഴിഞ്ഞ പരിശുദ്ധാവനോട് ഞങ്ങൾ 3 കർദിനാളന്മാരും കൂടെ പോയി പറഞ്ഞപ്പോഴത്തേക്ക് പരിശുദ്ധ പറഞ്ഞെന്നാന്നറിയാം, യു ഹാവ് ടു മേക്ക് ഇറ്റ് എന്നാ പറഞ്ഞു. നിങ്ങളത് സാധ്യമാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ പരിശ്രമിച്ചു, സാധ്യമായില്ല. ഈ പരിശുദ്ധ അവൻ്റെ കാലത്ത് അത് നടക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. അതാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം. അതിനുള്ള ചർച്ചകൾ രഹസ്യമായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. ഈ പരിശുദ്ധ പിതാവ് എല്ലാ കാര്യങ്ങളും വളരെയേറെ ആലോചിച്ച് പറയേണ്ട സമയത്ത് മാത്രം പറഞ്ഞ് ഒക്കെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ഡിപ്ലോമാറ്റിക് സർവീസിലൂടെ കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എനിക്ക് യാതൊരുവിധ അറിവും അതിൽ ഔദ്യോഗികമായിട്ടില്ല. നമുക്ക് തീർച്ചയായും ആ ഒരു ഇൻറ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയുടെ ശക്തിയിലാണല്ലോ. അതെ. അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവെ, ഒരുപാട് നന്ദി പറയുന്നു. തിരക്കേറിയ 2 ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രീതിയിലാണ് ഓരോ ദിവസവും അക്ഷീണം ഈ 2 ദിവസത്തെ ശുശ്രൂഷകൾ മാർപ്പാപ്പയോടൊപ്പം ചെലവഴിച്ചതെന്നറിയാം. എങ്കിലും ഈ പ്രഷ്യസായിട്ടുള്ള സമയം തന്നതിൽ ഒരുപാട് നന്ദി. സഭ ഒരു അമ്മയാണ്. ആ അമ്മയെ, സഭയാകുന്ന അമ്മയെ ചിറകിൻ കീഴിൽ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ചേർത്ത് വയ്ക്കുമ്പോൾ ആ മാർപ്പാപ്പയോട് ചേർന്ന് മാർപ്പാപ്പയെ സഹായിക്കുവാൻ വേണ്ടി കൂടെ നിന്ന് ശക്തിപ്പെടുത്തുവാനും തീരുമാനങ്ങളിൽ വലിയ പങ്കാളികളായി മാറുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കർദിനാൾമാർ.
അപ്പം അവരോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പ നടത്തിയ ചർച്ചകൾ തീർച്ചയായും സഭയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി തന്നെ ഫലപ്രദമായ രീതിയിൽ പുതിയ പുതിയ നന്മകളും തീരുമാനങ്ങളും വരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അഭിവന്യ ആലഞ്ചേരി പിതാവ് 4 തലമുറകളോളം നിലനിൽക്കുന്ന മാർപ്പാപ്പന്മാരുടെ ആശീർവാദത്തിൻ്റെ കരങ്ങൾ ശിരസിൽ ഏറ്റുവാങ്ങിയ ഒരു പിതാവാണ്. അപ്പം പിതാവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങൾ ഇപ്പോൾ ഗുഡ്നസ് ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ആശീർവാദം. ജോബി അച്ഛനും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അച്ഛൻ്റെ മാധ്യമ ശുശ്രൂഷ കേരളത്തിലെ സഭയ്ക്കും അതുപോലെ തന്നെ ലോകം മുഴുവനും ഉപകരിക്കട്ടെ. മാധ്യമങ്ങൾക്ക് ഇന്ന് വളരെയേറെ കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളെല്ലാം വേണ്ട വിധത്തിൽ ജോബി അച്ഛൻ പ്രയോജനപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ ദൈവകൃപ യാചിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് നമ്മുടെ ഗുഡ്നസ് ടിവിയെയും അതിൻ്റെ നടത്തിപ്പുകാരെയും പ്രേക്ഷകരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.